ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. അപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ SSLCയിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സൗണ്ട് വേവ്സ്. ഇവിടെ കൊണ്ട് കാരണം നമ്മുടെ ഒരു കുട്ടി നമ്മൾ ചോദിച്ചിരുന്നു, സാറേ 10th ഫിസിക്സ് ചാപ്റ്റർ എടുക്കും എന്നുള്ളത് കഴിഞ്ഞ മാത്സിന്റെ വീഡിയോന്റെ താഴെ. സോ ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തുടർന്ന് കണ്ടിന്യൂ കാണുകയാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുള്ളും എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ്സ് എന്നാണ്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കുട്ടി ഇങ്ങനെ ഊഞ്ഞാലാടുന്ന ഒരു ഫിഗറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഊഞ്ഞാല് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്, നമുക്ക് പിന്നീട് വരാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസിലേഷൻ, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ശരി മക്കളെ, സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബെല്ലിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് ഇങ്ങനെ പള്ളിയിൽ മണി അടിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിലെ ഹെഡ് മാസ്റ്ററൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം അടിക്കും അല്ലെ? ഈ സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓസിലേഷൻ മുഖയാണ്. ഓസിലേഷന്റെ മറ്റൊരു പേരുണ്ട്, അതിന്റെ പേരെന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്. എന്താണ് വൈബ്രേഷൻ? ഓക്കെ, വൈബ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓസിലേഷൻ ആണ്. അപ്പൊ ഓസിലേഷൻ എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും, വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ തൽക്കാലം ഇപ്പൊ മനസ്സിലാക്കുക, സൗണ്ട് ഉണ്ടാവുന്നത് വൈബ്രേഷൻ മൂലമാണ്. എന്താണ് വൈബ്രേഷനും എന്താണ് ഓസിലേഷൻ നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഓസിലേഷൻ ആണ്. സൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ദ ബ്യൂട്ടിഫുൾ സൗണ്ട് ഓഫ് എ ഗിറ്റാർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ആ ചേട്ടൻ ആ കമ്പീനെ ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടും ആക്കുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത്. അങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കുമ്പോൾ നമ്മൾ അതിനെ വൈബ്രേഷൻ എന്ന് പറയാം. സോ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. സോ പോയിന്റ് എന്താണ് മക്കളെ? സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് ഉണ്ടാവുന്നത്, വൈബ്രേഷൻ മൂലമാണ്. ഓക്കെ, അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ വൈബ്രേഷൻ എങ്ങനെയാണ് നമ്മുടെ ചെവിട്ടിലേക്ക് എത്തുന്നത്? നമ്മുടെ ചെവിട്ടിലേക്ക് എത്തുന്നത് എയർ മൂലയാണ് അല്ലെ? വേറെ ആരുമില്ല കൊണ്ടുതരാനായിട്ട്. അപ്പൊ ചെവിട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചെവിടിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സാധനം ഇയർ ഡ്രം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് മാലിയസ്, ഇൻകസ്, ടേപ്പേഴ്സ്, അല്ലാതെ കോക്ലിയ, അവിടെ നിന്ന് ഓഡിറ്ററി, നമ്മളെ ബ്രെയിനിലേക്ക് എത്തുന്നു. നമ്മൾ ആ സൗണ്ട് തിരിച്ചറിയുന്നു. ഇപ്പൊ എന്റെ സൗണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അതുപോലെ അപ്പൊ ഈ ഒരു സാധനം ആദ്യം കമ്പനം ചെയ്യും, പിന്നെ ഈ പറയുന്ന മാലിയസ് കമ്പനം ചെയ്യും, പിന്നെ ഇൻകസ് കമ്പനം ചെയ്യും, പിന്നെ എന്താ പറയുന്ന ഈ സ്റ്റേപ്പിസ് കമ്പനം ചെയ്യും. എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് സാർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പൊ സൗണ്ട് വേവ്സ് ഇങ്ങനെ പാസ് ചെയ്ത് ചെവിന്റെ ഉള്ളിലൂടെ വന്നിട്ട് ഇതിനെ വൈബ്രേറ്റ് ചെയ്യും, ഈ ഇയർ ഡ്രമ്മിനെ. പിന്നെ ഈ മാലിയസ് എന്ന് പറയുന്ന ഇതിനെ വൈബ്രേറ്റ് ചെയ്യും, പിന്നെ അത് ഇൻകസിനെ വൈബ്രേറ്റ് ചെയ്യും, അത് പിന്നെ സ്റ്റേപ്പിസിനെ വൈബ്രേറ്റ് ചെയ്യും, അതിങ്ങനെ കോക്ലിയിലൂടെ അകത്തു നിന്ന് അതിന്റെ ദ്രവത്തിനെ, ലിക്വിഡിനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് എന്താണ് ഒരു സന്ദേശം പ്രൊഡ്യൂസ് ചെയ്യണം, നേരെ ബ്രെയിനിലേക്ക് പോകണം. അങ്ങനെയാണ് ബ്രെയിൻ തിരിച്ചറിയണം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് കാര്യം മനസ്സിലാക്കുന്നില്ല, എത്ര സ്പീഡിലാണ് അല്ലെ? അത്ര പവർഫുൾ ആണ് നമ്മൾ. ഓക്കെ, സോ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് എന്താണ് ഒബ്ജക്ട്സ്. ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യും. ഇപ്പൊ സാറിന്റെ തൊണ്ടയിലെ ആ സാധനം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സാറിന്റെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് ഉണ്ടാവും നിങ്ങൾക്കും. നമുക്കൊരു ഫുഡ് ഡെലിവറി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്വിഗ്ഗിയിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ വന്നിട്ട് സോഴ്സ് ഉണ്ടാവും, ഒരു സോഴ്സ്. ഇപ്പൊ നമ്മുടെ ഗിറ്റാർ പോലെ, ഗിറ്റാറിലെ കമ്പിയാണ് നമ്മുടെ സോഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ആ ഫുഡ്, ഈ പറയുന്ന ചേട്ടൻ ഫുഡ് കളക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തും. അതുപോലെ ഈ കമ്പിയിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ആ സൗണ്ട് വേവ്സ് ഉണ്ടാണല്ലോ. അപ്പൊ എയറിനകത്തുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് എയറിനകത്ത്. ഓക്കെ, ഈ ചേട്ടന് പകരം നമുക്ക് എയർ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, ഈ സൗണ്ട് വേവ്സ് എയർ പാർട്ടികൾ വന്നിടിക്കും. അപ്പൊ എയർ പാർട്ടികൾ തൊട്ടടുത്ത ആൾ ഇടിക്കും, അയാൾ തൊട്ടടുത്ത ആൾ ഇടിക്കും. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചാണ് ഈ സാധനം ഇവിടെ എത്തുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എയർ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഈ ചേട്ടന് പകരമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഗിറ്റാറിൽ നിന്നാണെങ്കിൽ നമ്മുടെ ചെവിട്ടിലേക്ക് എത്തുമ്പോൾ എയർ ത്രൂ ആണ് എത്തുന്നത്. അപ്പൊ എന്താവശ്യമുണ്ട്? ഒരു മീഡിയം നമുക്ക് ആവശ്യമുണ്ട്. സൗണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു മീഡിയം ആവശ്യമുണ്ടെന്നുള്ള ആശയം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് കുറെ എയർ പാർട്ടികൾ ഒരുമിച്ച് വരും, പിന്നെ അവര് വിട്ടുപോകും, പിന്നെ ഒരുമിച്ച് വരും. അതായത് ഈ വൈബ്രേഷൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു, കണ്ടോ? ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എയർ ത്രൂ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ സൗണ്ട് എടുക്കുമ്പോൾ സാർ പറയാം. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സൗണ്ട് ഒരു വേവ് ആണ്. ഓക്കെ, അതിനകത്ത് ഇങ്ങനെ എയർ പാർട്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം വരും, കംപ്രഷൻ. മനസ്സിലായോ? അപ്പൊ അത് ഒരുമിച്ച് അല്ലാത്ത സ്ഥലം വരെ അതിന്റെ എയർ ഫ്രാക്ഷൻ എന്നൊക്കെ പറയാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഒറ്റ കാര്യം മാത്രം നമ്മൾ ഇതിന് മനസ്സിലാക്കിയാൽ മതി, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ മൂലമാണ്. അതിൽ വൈബ്രേഷൻ പാസ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് വേവ്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ സൂര്യനിലേക്ക് പോവാം. സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എന്താണ്? നമ്മൾ പറഞ്ഞു നിർത്തിയത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ മൂലമാണ്. അത് എയറിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു? മോഷൻ സംഭവിച്ചു അല്ലേ?
സൗണ്ടിന് എന്ത് സംഭവിച്ചു? മോഷൻ സംഭവിച്ചു. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്നും അത് ഫൈനൽ സ്ഥലത്തേക്ക് എത്തി. ഒരു ഇവിടെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് ആര് പോയി? സൗണ്ട് പോയി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മോഷൻ സംഭവിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള പല വസ്തുക്കൾക്കും മോഷനിലാണ്. ഇപ്പൊ നമ്മുടെ ഭൂമി മോഷനിലാണല്ലോ. അപ്പൊ ഇവിടെയുള്ള ഭൂമി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ എത്തുന്നു. അതാണ് വേറൊരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താണ് ചന്ദ്രൻ നമ്മുടെ ഭൂമിനെ ചുറ്റുന്നതും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് റിപ്പീറ്റ്സ് ദ സെയിം മോഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ ആഫ്റ്റർ എ ഫിക്സ്ഡ് ഇന്റർവൽ ഓഫ് ടൈം. നമുക്ക് എത്ര നാളെടുക്കും അറിയാം? നമുക്ക് എത്ര നാളെടുക്കും? 365 ദിവസം എടുക്കും. 365 ദിവസം കൊണ്ട് ഈ ഭൂമി വീണ്ടും അവിടെ തന്നെ എത്തുന്നു. ഉണ്ടോ? തിരിച്ചു കറങ്ങൂല. അത് വളരെ ശ്രദ്ധിക്കണം. ഭൂമി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അല്ലാണ്ട് ഭൂമി ചിന്തിക്കണം ഇങ്ങനെ പോയി, ഇനി തിരിച്ചു പോയാലോ, ഇനി കുറച്ച് ദിവസം തിരിച്ചു പോവാ, അങ്ങനെ പോവില്ല. ഓക്കെ, പക്ഷേ ഒരു ഫിക്സഡ് ഇന്റർവെൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഫിക്സഡ് ഇന്റർവെൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ അത്തരം മോഷൻ വിളിക്കുന്ന പേരാണ് മക്കളെ പീരിയോഡിക് മോഷൻ. ഓക്കെ, ഓസിലേഷൻ ഒരു പീരിയോഡിക് മോഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് മോഷൻ ആദ്യം മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, സോ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇതുപോലെ ചന്ദ്രൻ കറങ്ങുന്നുണ്ട്, നമ്മുടെ എർത്ത് ചുറ്റും മൂൺ കറങ്ങുന്നുണ്ട്. ഇവിടെയും റിപ്പീറ്റഡ് മോഷൻ ആണ്. ഏകദേശം 27 സംതിങ് ഡേയ്സ് കൊണ്ടാണ് അത് കറങ്ങിയെത്തുക. ഓക്കെ, സോ ഇനി ക്ലോക്കിലേക്ക് വരാം. നമ്മുടെ ഈ ക്ലോക്കിൽ നോക്കിയാൽ ഈ ക്ലോക്കിൽ 2 സാധനങ്ങളുണ്ട്. ഒന്ന് ക്ലോക്ക് ഉണ്ട്, അതിനകത്ത് എന്താണ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു സാധനം കിടപ്പുണ്ട്, പെൻഡുലം. ഓക്കെ, ഇതിങ്ങനെ ആടയിലിച്ച് ഇങ്ങനെ പോകും, ഇതിങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പീരിയോഡിക് മോഷൻ ആണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. പീരിയോഡിക് മോഷൻ ആണോ? അപ്പൊ പീരിയോഡിക് മോഷന്റെ ഒരു പ്രത്യേക സാധനം എന്താ പറയുന്നത്? റിപ്പീറ്റഡ് അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സൂചി നമ്മൾ എടുക്കുകയാണ്. ഈ സൂചി എടുക്കുകയാണ്. സൂചി ഇങ്ങനെ 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 വീണ്ടും അവിടെ തന്നെ വീണ്ടും കറങ്ങി വീണ്ടും അവിടെ തന്നെ. അപ്പൊ അത് റിപ്പീറ്റ് അല്ലേ? റിപ്പീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സൂചിയുടെ കറക്കം നമുക്ക് എന്ന് പറയാം പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൻഡുലം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കളർ മാറ്റാം. ഓക്കെ, വൈറ്റ് ആക്കാം. പെൻഡുലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെൻഡുലം നമ്മൾ ഇത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, പിന്നെ ഇങ്ങനെ വരുന്നില്ല പെൻഡുലം. ശ്രദ്ധിച്ചോ നിങ്ങൾ? പെൻഡുലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെൻഡുലം നേരെ ഇങ്ങനെ പോയി. ഓക്കെ, പിന്നെ എന്താ? റിവേഴ്സ് വന്നു. എന്നിട്ട് അവിടെ നിൽക്കൂല, തിരിച്ച് ഇങ്ങോട്ട് പോയി, പിന്നെ റിവേഴ്സ് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിക്കുന്നത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആണ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇതും പീരിയോഡിക് മോഷൻ തന്നെയാണ്. കാരണം ഒരു ഫിക്സഡ് ഇന്റർവെൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് റിവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിവേഴ്സ് വരുന്ന പീരിയോഡിക് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഓസിലേഷൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ പെൻഡുലത്തിന്റെ മോഷൻ എന്താണ്? ഓസിലേഷൻ ആണ്. ആ കുട്ടിയെ ഊഞ്ഞാലടിയിൽ അതും ഓസിലേഷൻ ആണ്. സോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് മൂവ് റിപ്പീറ്റഡ്ലി അഗെയിൻ ആൻഡ് അഗെയിൻ. They complete the same motion. So the motion of the clock is called periodic motion. Clear? Yes. Now observe the pendulum. The pendulum നോക്കിക്കഴിഞ്ഞാൽ it does not move in a circular path like the clock hands. ക്ലോക്കിന്റെ ഹാൻഡ്സിന്റെ പോലെ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. It moves to one side. അത് ഒരു സൈഡിലേക്ക് പോകുന്നു, പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. കണ്ടോ? സോ again and again, വീണ്ടും വീണ്ടും പോകുന്നു. ഫിക്സ്ഡ് ഇന്റർവൽ ഓഫ് ടൈം അവിടെയുണ്ട്. സോ ദിസ് ടു ആൻഡ് ഫ്രോ പീരിയോഡിക് മോഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ. മക്കളെ, ഓസിലേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ, ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ അവിടെ കാണും. പീരിയോഡിക് മോഷൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു. എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള മോഷനാണ് പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ പെൻഡുലവും റിപ്പീറ്റഡ് ആണ്. ഈ പറയുന്ന നമ്മുടെ എന്താണ് ക്ലോക്കിന്റെ സൂചി, അതും റിപ്പീറ്റഡ് ആണ്. രണ്ടും പീരിയോഡിക് മോഷനാണ്. പക്ഷേ ടു ആൻഡ് ഫ്രോ അല്ല ആര്? ഈ പറയുന്ന ക്ലോക്കിന്റെ ഹാൻഡ്സ്. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക പിന്നെ പിന്നോട്ട് വരിക, മുന്നോട്ട് പോവുക പിന്നെ പിന്നോട്ട് വരിക. അങ്ങനെയാണോ ക്ലോക്കിന്റെ സൂചി പോകുന്നത്? അല്ല. പക്ഷെ പെൻഡുലം ടു ആൻഡ് ഫ്രോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡുലം ടു ആൻഡ് ഫ്രോ ആണ്. മുന്നോട്ട് പോകുന്ന പിന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോകുന്ന പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസിലേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ? അപ്പൊ മുന്നോട്ട് പോകുന്നു, പിന്നോട്ട് പോകുന്നു. ക്ലിയർ? അത് വളരെ വേഗത്തിൽ പോകുമ്പോൾ അതെന്തായി? വൈബ്രേഷനായി. മനസ്സിലായോ? വൈബ്രേഷൻ അർത്ഥം മനസ്സിലായോ? വളരെ സ്പീഡിൽ പോകുമ്പോൾ കട ആണ്ടാ അങ്ങനെ പോകുമ്പോൾ അതെന്തായി? വൈബ്രേഷൻ. അപ്പൊ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ അല്ലേ? അതെ, സ്പീഡിലുള്ള ഓസിലേഷൻ ആണ് എന്ത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മൊബൈലൊക്കെ വൈബ്രേറ്റ് ചെയ്യാറില്ലേ? ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ മക്കളെ, നമ്മുടെ ഈ കുട്ടീനെ നമുക്കൊന്ന് ഊഞ്ഞാലാട്ടിയാലോ? യെസ്, നമുക്ക് ഊഞ്ഞാലാട്ടി നോക്കാം. അപ്പോ ഈ കുട്ടി ഇങ്ങനെ ഊഞ്ഞാലാടുന്നു, മുകളിലേക്ക് പോകുന്നു, ബാക്കിലേക്ക് വരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഊഞ്ഞാലാടുന്നുണ്ടോ?
ഒന്നുകൂടി നോക്കാം നമുക്ക്. നല്ല രസം. അതാ ഫ്രണ്ടിലേക്ക് പോകുന്നു, ബാക്കിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ ഈ കുട്ടി ഇവിടെ ബാക്കിലേക്ക് വരുന്നു, ഫ്രണ്ടിലേക്ക് വരുന്നു. കണ്ടോ? ഈ ഒരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു കേസ് ഇവിടെ നിന്ന് മുന്നിലേക്ക് വരും അല്ലെ. ഇനി അടുത്തത് എന്താ ചെയ്യുക? അത് നേരെ ബാക്കിലേക്ക് പോകും അല്ലെ. അപ്പൊ ഇവിടെ ഈ നമ്മൾ ഈ ഊഞ്ഞാല കെട്ടിയിരിക്കുന്ന ഈ സാധനമുണ്ടല്ലോ, ഈ ഊഞ്ഞാല. ഓക്കെ, ഇതാണല്ലോ ഊഞ്ഞാല ഇവിടെ കെട്ടിയിരിക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് വിളിക്കാം എന്താണ്? അത് ഊഞ്ഞാല ആടുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെ എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് പറയാം. മീൻ. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നും ഓ എന്ന് പേരിടാൻ, ഇവിടെ നിന്നും ഈ കുട്ടി ഇങ്ങോട്ട് എത്തി എ എന്നൊരു പൊസിഷനിലേക്ക്. ഓക്കെ, അതിനുശേഷം കുട്ടി വീണ്ടും തിരിച്ച് ഇവിടെ എത്തിയിട്ടാണ് ബാക്കിലേക്ക് പോവുക. ഓക്കെ, അത് ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വീണ്ടും തിരിച്ച് ഇവിടെ എത്തുന്നു. ഇപ്പോഴാണ് ഒരു ആട്ടം പൂർത്തിയാവുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ മറ്റേ കുട്ടി എണ്ണുന്ന സമയത്ത് കുട്ടി 1 2 അങ്ങനെ എണ്ണാൻ പാടില്ല. ഈ കുട്ടി എന്താണ്? ഊഞ്ഞാല ആടാനായിട്ട് ആദ്യം ഇരുന്ന സമയത്ത് ഈ ഊഞ്ഞാല ആടുന്നില്ല. അപ്പൊ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നു, തിരിച്ച് വീണ്ടും അവിടെ തന്നെ എത്തി, പിന്നെ ബാക്കിലേക്ക് പോയി, വീണ്ടും അവിടെ തന്നെ എത്തി. അപ്പോഴാണ് ഒരു ആട്ടം പൂർത്തിയാവുക. ഇനി വേറെ ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. ഓക്കെ, അതായത് when a child swings, it moves forward, then backward, again forward, and continues repeatedly. This type of repeated motion is called oscillatory motion. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓസിലേറ്ററി മോഷൻ ആണ്. ഈ സാർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഊഞ്ഞാലാടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ല, ബാക്കിലേക്ക് വലിക്കും ചേട്ടന്മാര്. എന്താണ് ചേട്ടന്മാര് ഈ ഊഞ്ഞാല എടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയി നിർത്തും, പൊക്കി നിർത്തും, എന്നിട്ട് ഒറ്റ വിടലാണ്. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിടുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ നേരെ മുകളിലേക്ക് പോയി വീണ്ടും അവിടെ വരും. അപ്പോഴാണ് ഒരു ആട്ടം പൂർത്തിയാവുക. ഓക്കെ, ഇനി ഇത് തന്നെ നേരെ ഓപ്പോസിറ്റും ചെയ്യാം. അതായത് ചേട്ടന്മാരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഊഞ്ഞാല എടുത്തിട്ട് നമ്മളെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവർ മാറിക്കളയും, പൊക്കത്തുകൊണ്ടുവന്ന് വെച്ചിട്ട് അവർ മാറിക്കളയും. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നേരെ ഇങ്ങനെ വന്ന് വീണ്ടും അവിടെ എത്തുമ്പോഴാണ് എന്താണ്? ഒരു ആട്ടം നമ്മൾ പൂർത്തിയാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് റിപ്പീറ്റഡ് മോഷൻ ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ മുന്നോട്ട് പോകുന്നു, പിന്നോട്ട് വരുന്നു, വീണ്ടും മുന്നോട്ട് പോകും. ഓക്കെ, ക്ലിയർ? യെസ്. സോ മക്കളെ, സൗണ്ട് വേവ്സിൽ ആ കൊച്ചു പറയണം ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 swings ടീച്ചർ. അപ്പൊ ഈ കുട്ടി പറഞ്ഞ ഇല്ല ടീച്ചറെ, ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 swings. പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദ സ്വിംഗ്, നൗ ഇറ്റ്സ് മൈ ടേൺ. അപ്പൊ ആ ടീച്ചർ പറയാണ് യെസ് ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 swings. ആ പെൺകുട്ടി പറഞ്ഞാണ് ശരിയാണെന്നാണ് എന്താണ് ടീച്ചർ പറയുന്നത്. കാരണം എന്താ? പെൺകുട്ടി എങ്ങനെയാണ് എണ്ണുന്നത്? പെൺകുട്ടി പറയുന്നത് ഞാനിവിടെ പോയി തിരിച്ച് ബാക്കിലേക്ക് വന്ന് വീണ്ടും അവിടെ എത്തുമ്പോ 1. പക്ഷേ ഈ ആൺകുട്ടി എങ്ങനെ എണ്ണിയത്? മുകളിലേക്ക് പോയി, അപ്പൊ 1 എണ്ണി, തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ അവൻ 2 എണ്ണി, വീണ്ടും ഇപ്പൊ 3 എണ്ണി. കണ്ടോ? അപ്പൊ അവൻ എണ്ണിയത് തെറ്റിപ്പോയി. നിനക്ക് എണ്ണാൻ അറിഞ്ഞൂടെ? സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുന്നോട്ട് പോയി തിരിച്ച് അവിടെ തന്നെ എത്തി, വീണ്ടും ബാക്കിലേക്ക് പോയി വീണ്ടും തിരിച്ച് അവിടെ തന്നെ എത്തുമ്പോഴാണ് ഒരു ആട്ടം പൂർത്തിയാവുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ മക്കൾ എന്താണോ നമ്മുടെ ഓസിലേഷൻ ഡെഫിനിഷൻ നോക്കാം. ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആണ്. ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പിന്നോട്ടും, അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായത് എന്താണ്? ഒരു പ്രത്യേക സമയത്ത്, അങ്ങനെയാണ് ഒരു ടൈം ഉണ്ട് അതിന്. ഓക്കെ, എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊഞ്ഞാൽ ആടാതിരിക്കുന്ന സമയത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യെസ്. വൈ ഡിഡ് ദ ടീച്ചർ എഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിംഗ്? ടീച്ചർ എന്തുകൊണ്ടാണ് എഗ്രി ചെയ്തത്? നമുക്ക് അതിന്റെ ആൻസർ പറയാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കുട്ടി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ കണ്ടോ, അതായത് ഇപ്പൊ ആടുന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു പൊസിഷനെ നമുക്ക് എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അത് സാർ ഇങ്ങനെ വരച്ചിടുകയാണെങ്കിൽ വെള്ള വര സൂചിപ്പിക്കുന്നത് ആ കൊച്ചെന്താണ്? ഒരു എന്താണ്? ഊഞ്ഞാൽ ആടി തുടങ്ങിയിട്ടില്ല, ഊഞ്ഞാൽ ആടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊച്ചു ഊഞ്ഞാൽ ആടുമ്പോൾ ഇവിടം വരെ ആടുന്നത് ഇത്രയും ദൂരം, ഫ്രണ്ടിലേക്ക് ഇത്രയും ദൂരം ആടും, ബാക്കിലേക്കാണെങ്കിൽ ഇത്രയും ദൂരം ആടും, തുല്യ അകലമായിരിക്കും ആടുക. ലൈക്ക് ദിസ്. കണ്ടോ? ഈ ഒരു ട്രയാങ്കിൾ കൊണ്ട് സാറ് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കുട്ടി ഇവിടെ നിന്ന് ഇവിടെ വരെ ആടുന്നു, തിരിച്ച് ഇവിടെ വരുന്നു, വീണ്ടും ബാക്കിലേക്ക് പോകുന്നു, തിരിച്ചിവിടെ വരുന്നു. അത് നമുക്ക് ഇങ്ങനെ എന്താണ്? ഒരു 2 ഡയമെൻഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ എന്താണ്? ഊഞ്ഞാൽ തൂങ്ങി കിടക്കുന്നു, അത് മീൻ പൊസിഷൻ. അവിടെ നിന്ന് ആട്ടം തുടങ്ങുമ്പോൾ ഇവിടെ വരുന്നു, തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നു, വീണ്ടും ബാക്കിലേക്ക് പോകുന്നു, തിരിച്ച് ഇങ്ങോട്ട് എത്തുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് ആട്ടം ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ഇവിടെ എത്തി
തിരിച്ച് നേരെ ബാക്കിലേക്ക് പോകും, വീണ്ടും അവിടെ എത്തും. അപ്പോഴായിരിക്കും ഒരാട്ടം പൂർത്തിയാകുക. ഈ സെന്റർ പൊസിഷനിൽ നിന്നാണ് ആരംഭിച്ചെങ്കിൽ. ഇനി ഇനി ആട്ടം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് വിചാരിക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ കൊച്ചിനെ പൊക്കിക്കൊണ്ട് ഇവിടെ നിർത്തി ഒറ്റ വിടൽ വിട്ടു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടെ എത്തി. ഓക്കെ, യെസ്. ഇനി എന്താ സംഭവിക്കേണ്ടത്? തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടെത്തണം. അപ്പോഴാണ് നമ്മൾ ഒരു ആട്ടം ആവുള്ളൂ. ക്ലിയർ? ഒരു ഓസിലേഷൻ അപ്പോഴാണ് ആവുന്നത്. അതാ ക്ലിയർ? യെസ്. ഇനി നമുക്ക് എവിടെ നിന്ന് ആരംഭിക്കാം? ഇപ്പൊ നമ്മള് രണ്ട് സ്ഥലം പറഞ്ഞു. അത് ഇവിടെ നിന്ന് ആരംഭിച്ച കേസ് പറഞ്ഞു, ഇവിടെ നിന്ന് ആരംഭിച്ച കേസ് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ആരംഭിക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ആരംഭിക്കണമെങ്കിൽ മുകളിലേക്ക് പോയി ഫ്രണ്ടിലേക്ക് വന്നു, പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു, ബാക്കിലേക്ക് നേരെ പോയി. യെസ്, ക്ലിയർ. ഓക്കെ, സോ അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ഇത് 3 കേസല്ല മക്കളെ, ഇതൊരു സാധനം തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള പൊസിഷൻ അവിടെ വരച്ചിട്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇത് 2-3 സാധനം ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള പൊസിഷൻ അവിടെ വരച്ചത്, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലേക്ക് കരുതാനായിട്ട്. സോ ഈ ഒരു പൊസിഷൻ, അതായത് അനങ്ങാതെ കിടക്കുന്ന പൊസിഷനെ സാറ് O എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. അത് അതിന്റെ മെയിൻ പൊസിഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്ര അകലെ ഇങ്ങോട്ടും എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ ഡിസ്റ്റൻസ്, ഈ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, അതിനെ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു, A എന്ന് പറഞ്ഞ ലെറ്റർ. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലോ? A. ക്ലിയർ? അതായത് ഇതിങ്ങനെ ചുമ്മാ കിടക്കുന്നു. അതിനുശേഷം ഇത് മാക്സിമം ഇവിടം വരുമ്പോൾ ഊഞ്ഞാലാടിയ പോലെ തിരിച്ചു വരും, വീണ്ടും ഇവിടം വരുമ്പോൾ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ മെയിൻ പൊസിഷനിൽ നിന്നും ഇത് മാക്സിമം എന്തോരം പോകും അതിനെ നമ്മൾ A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. അത് തന്നെ ഇപ്പുറത്ത് എഴുതി, കാരണം രണ്ട് സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ അതിനകത്തേക്ക് പോകുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? ഇവിടെയുള്ള സ്വിംഗിന്റെ മോഷൻ എന്താണ്? നമുക്കൊരു ഓസിലേറ്ററി മോഷൻ. ഓക്കെ, യെസ്. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഒബ്സർവ് ദ ഡയഗ്രം ഓൺ ദ മോഷൻ ഓഫ് ദ സ്വിംഗ്. വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്, അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്, അതായത് ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്, അതായത് ഈ ഒരു പൊസിഷനിൽ നിന്നും എന്താണ്? വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്നാണ് ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ A ഉണ്ട്, O ഉണ്ട്, B ഉണ്ട്. ഇവിടെ A ആണോ, B ആണോ, O ആണോ? ഏതാണ് ആൻസർ? ആൻസർ O ആണ് അല്ലെ? ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ, അത് സാർ ഇവിടെ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡിലേക്ക് പോവാം. ഓസിലേഷൻ മനസ്സിലായോ മക്കളെ? എന്താണ്? റിപ്പീറ്റഡ് മോഷൻ ആണ്, മുന്നോട്ടും പിന്നോട്ടുമാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, ഈസിയാണ്, ഒന്നുമില്ല. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ പറയുന്ന മെയിൻ പൊസിഷൻ, നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനും മാക്സിമം നമ്മൾ എന്തോരം വരെ ഊഞ്ഞാലാടും, അല്ലെങ്കിൽ ഈ ഒരു സാധനം മാക്സിമം എന്തോരം പൊക്കത്തേക്ക് പോകും, ആ മാക്സിമത്തിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്തോരം പോകും മാക്സിമം, അതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ A. ഇതൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ SI യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ പറയുന്നത്. ഇത്ര മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. So the magnitude of the maximum displacement to one side from its equilibrium position is amplitude. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാക്സിമം എന്തോരം പോകും? 2 സൈഡിലേക്ക് പറയരുത്, ഒരു സൈഡിലേക്ക് മാക്സിമം എന്തോരം പോകും. ശ്രദ്ധിക്കണം നിങ്ങൾ, എന്താണ്? ഫ്രം എന്താണ്? ഇക്വിലിബ്രിയം ഇവിടെ നിന്ന് വേണം അളക്കാൻ. ഇവിടെ നിന്ന് മാക്സിമം എന്തോരം പോകും? അത് ഇപ്പുറത്തോട്ടും ആവാം, ഇപ്പുറത്തോട്ടും ആവാം. ഏതെങ്കിലും ഒരു സൈഡിൽ അളന്നാൽ മതി. ഒരു സൈഡിലേക്ക് നിങ്ങൾ മാക്സിമം എന്തോരം പോകും, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ലെറ്റർ A ആണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. സോ ഇൻ ദ ഫിഗർ, വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത്, തന്നിരിക്കുന്ന ഫിഗറിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം പോകുന്നത് എത്രയാണ്? 2A ആണോ, A/2 ആണോ, A ആണോ? ഈസി, A ആണ്. നമ്മൾ A ആണ് എടുത്തേക്കണം, അപ്പൊ A ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അതിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നത് വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ മെയിൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഏതൊക്കെ രീതി പറയും? ഇപ്പൊ എയിലാണ് ആരംഭിക്കണമെങ്കിൽ എയിൽ നിന്ന് ഓയിൽ വന്നു, പിന്നെ ബിയിൽ വന്നു, തിരിച്ച് ഓയിൽ വന്നു, വീണ്ടും എയിലേക്ക് വന്നു. അല്ലേ? അപ്പൊ എയിൽ സ്റ്റാർട്ട് ചെയ്ത് എന്താണ്? ഓയിലേക്ക് വന്നു, ഓയിൽ നിന്ന് വീണ്ടും ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് വീണ്ടും ഓയിലേക്ക് വന്നു, വീണ്ടും എന്താണ്? എയിലേക്ക് വന്നു. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ. സോ സപ്പോസ് ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ എന്നാണ് ആരംഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? എയിൽ നിന്ന് ഓയിൽ വരണം, ഓയിൽ നിന്ന് ബിയിൽ വരണം, തിരിച്ച് കണ്ടോ
എയിൽ നിന്ന് നേരെ ഓയിൽ വന്നു. ഓക്കെ, ഓയിൽ നിന്ന് ബിയിൽ വന്നു. ഓക്കെ, എയിൽ നിന്ന് ഓയിലേക്ക്, ഓയിൽ നിന്ന് ബിയിലേക്ക്, വീണ്ടും ബിന്ന് ഓയിലേക്ക്, ബിന്ന് ഓയിലേക്ക്, വീണ്ടും ഓയിന്ന് എയിലേക്ക്, ഓയിന്ന് എയിലേക്ക്. കണ്ടോ? അപ്പൊ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിരിക്കണം. കണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിരിക്കണം. സോറി. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് എ ആണ്, എൻഡിങ്ങും എന്താണ്? എ തന്നെയാണ്. സോ വൺ ഓസിലേഷൻ മീൻസ് റിട്ടേണിംഗ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ an oscillation is completed when the body return to its initial position in the same direction from where it started. അതായത് ഈ ബോഡി എവിടെ നിന്നാണോ ആരംഭിച്ചത് അങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നു. നമ്മൾ നേരത്തെ ഊഞ്ഞാലാട്ടത്തിൽ അത് കണ്ടതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് ആ കുട്ടി എണ്ണുന്നത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫിഗറിലെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ when the pendulum starts from O, ഇവിടെ ഓ ഇങ്ങനെ റെഡ് കൊടുത്തേക്കണം, ഓയിൽ നിന്നാണ് പെൻഡുലം സ്റ്റാർട്ട് ചെയ്യുന്നത്. പെൻഡുലത്തിന്റെ കേസാണ് പറയുന്നത്. ഗോസ് ടു ബോത്ത് സൈഡ് ആൻഡ് ദെൻ റിട്ടേൺ ടു ഓ, അല്ലെ? അപ്പൊ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് പോയത്. ഇവിടെ കാണിച്ചു, ഈ ഫിഗർ ഇങ്ങനെ കാണിച്ചു, എയിലേക്ക് വരുന്നു. ഓക്കെ, ദെൻ എയിൽ നിന്ന് വീണ്ടും ഓയിൽ വരുന്നു. ഓക്കെ, ദെൻ ഓയിൽ നിന്ന് വീണ്ടും ബിയിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ വീണ്ടും ഓയിൽ തിരിച്ചു വരും. അപ്പൊ ഇവിടുന്ന് ഓയിൽ ടു എ, ഓ ടു എ, ദെൻ എയിൽ നിന്ന് വീണ്ടും ഓ, ദെൻ വീണ്ടും എന്താണ് ബിയിലേക്ക് പോകുന്നു. ഓക്കെ, ബിയിൽ നിന്ന് വീണ്ടും ഓയിലേക്ക് വരും, വീണ്ടും ഓയിലേക്ക്. ശരിക്കും പറഞ്ഞ ഒരു സർക്കിൾ പോലെ, കണ്ടോ? യെസ്. ഇനി അടുത്ത് നോക്കി, സെക്കൻഡ് ഫിഗർ കൊടുത്തിരിക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം എ റീച്ചസ് ബി ആൻഡ് റിട്ടേൺ ടു എ. കണ്ടോ? അപ്പൊ സ്റ്റാർട്ട് ഫ്രം എ, എയിൽ നിന്നാണ് ആരംഭിക്കണമെങ്കിൽ മക്കളെ ഇങ്ങനെയാണ് ഇവിടെ ഡാര് കൊടുത്തേക്കണം. അപ്പൊ ഇങ്ങനെ 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 ബിയിൽ വരുന്നു. ഓക്കെ, ക്ലിയർ. ആൻഡ് ബിന്ന് വീണ്ടും അത് തിരിച്ച് എന്താണ് എയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഹിയർ എ ടു ബി, ദെൻ എന്താണ് ബി ടു എ. ഓക്കെ, ക്ലിയർ? യെസ്. സോ എ സ്വിംഗ് കംപ്ലീറ്റ്സ് വൺ ഓസിലേഷൻ ഓൺലി ഇൻ ദിസ് കേസ്. കണ്ടോ? ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു സ്വിംഗ് എന്ത് ചെയ്യുക, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ കൊച്ചിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കേണ്ടത് നമുക്ക് വാട്ട് കുഡ് ബി ദ റീസൺ ദാറ്റ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ടഡ് ബൈ ദ ചൈൽഡ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടേൺ ടു സ്വിംഗ് ആൻഡ് ചൈൽഡ് ഓൺ ദ സ്വിംഗ് വെർ ഡിഫറെന്റ്? ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാൽക്കുലേഷൻ തെറ്റിപ്പോയെന്നാണ് ചോദ്യം, അല്ലെ? അതിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയേ. ദ ചൈൽഡ് കൗണ്ടഡ് റോങ്ലി ബിക്കോസ് ഹി കൗണ്ടഡ് ഓൺലി ഹാഫ് ഓസിലേഷൻ ആസ് വൺ ഓസിലേഷൻ. പുള്ളിക്കാരൻ വിചാരിച്ചു മുകളിലേക്ക് പോകുന്നത് മാത്രം ഒരു ഓസിലേഷൻ ആണ്. അപ്പൊ പുള്ളി ഈ പറഞ്ഞ ആൺകുട്ടി എന്ത് ചെയ്തു, 1 എന്ന് കൗണ്ട് ചെയ്ത്, തിരിച്ച് ബാക്കിലേക്ക് വന്നപ്പോൾ 2 എന്ന് കൗണ്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അത് തെറ്റാണ്. വൺ കംപ്ലീറ്റ് ഓസിലേഷൻ മീൻസ് ദ സ്വിംഗ് മസ്റ്റ് റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പൊ ഇതാണ് നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. എക്സാമ്പിൾ കൊടുത്തു വേണമെങ്കിൽ A to O, O to B, B to O, then V to A is one complete oscillation. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ അവിടെ തന്നെ തിരിച്ചെത്തണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ ആവുക. ഒരു ഓസിലേഷനാണ് നമ്മൾ ഒരു ആട്ടം എന്ന് പറയാം. ഓക്കെ, യെസ്. സോ ഗീവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ പെൻഡുലത്തിന്റെ ക്ലോക്ക് മനസ്സിലായി, അതുപോലെ തന്നെ ക്ലോക്കിന്റെ പെൻഡുലം മനസ്സിലായി, പിന്നെ ഈ ഊഞ്ഞാല മനസ്സിലായി. വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് വൈബ്രേഷൻ ഓഫ് എന്താണ് ഈ പറയുന്ന ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ പെൻഡുലസ്, നമുക്ക് ട്യൂണിംഗ് ഫോർക്ക് നിങ്ങളുടെ ലാബിലൊക്കെ ഉണ്ടാവും ഈ സാധനം. നമ്മൾ ഈ പറയുന്ന ഈ ഒരു മരക്കട്ട വെച്ചിട്ട് ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പനം ചെയ്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലാബിൽ ചെല്ലുമ്പോൾ ടീച്ചർ കാണിച്ചു തരും കേട്ടോ. നമുക്ക് പിക്ചർ കാണിച്ചു തരാൻ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, സോ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ മോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ച നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്വിങ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, മുന്നോട്ടും പിന്നോട്ടും പോകണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സിമ്പിൾ പെൻഡുലം മുന്നോട്ട് പോകണം, തിരിച്ച് പിന്നോട്ട് പോകണം. അതുപോലെ തന്നെ എന്താണ് റോപ്പ്, അപ്പൊ മുകളിലേക്ക് പോകുന്നത് താഴേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്, അതുപോലെ മുന്നോട്ടും പിന്നോട്ടും പോകുന്നു വൈബ്രേറ്റ് ചെയ്യും. ട്യൂണിംഗ് ഫോർക്ക് അതുപോലെ ഇങ്ങനെ അത് വൈബ്രേറ്റ് ചെയ്യും. പിന്നെ ക്ലോക്കിന്റെ സൂചി പറയാം, ക്ലോക്കിന്റെ പെൻഡുലം പറയാം. ഓക്കെ, പെൻഡുലം സൂചി പറയരുത്, അത് പീരിയോഡിക് മോഷൻ പക്ഷെ ഓസിലേറ്ററി അല്ല. ഓക്കെ, യെസ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഓസിലേറ്ററി മോഷൻ ക്ലിയർ ആണല്ലോ, ആംപ്ലിറ്റ്യൂഡ് ക്ലിയർ ആണല്ലോ. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം പോകുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ മൂലമാണ്. വൈബ്രേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, ടു ആൻഡ് ഫ്രോ, 2 വാക്ക് ഓർത്തിരിക്കുക, ടു ആൻഡ് ഫ്രോ. ഓക്കെ, മുന്നോട്ടും പിന്നോട്ടും. പിന്നെ എന്തും കൂടി പറയണം, പീരിയോഡിക്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്
റിപ്പീറ്റഡ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ ആണ്. അത് വളരെ പെട്ടെന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മക്കളെ, അടുത്ത എന്താണ് സംഭവത്തിലേക്ക് പോകുന്നത് ടൈം പീരീഡ്. അപ്പൊ ഇത്തരം കാര്യം നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, നമുക്ക് കണക്ക് കൂടി ചെയ്യണം. തുടർന്ന് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് മാത്സ് ഒക്കെ അതിനകത്ത് വരും ചെറുതായിട്ട്. ഓക്കെ, അതിന്റെ ടൈം പീരീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ടൈം പീരീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. ടൈം, സമയം, എത്ര സമയം എടുക്കും നിങ്ങൾ ഊഞ്ഞാലാടാൻ, അതാണ് ആ ഊഞ്ഞാലയുടെ ടൈം പീരീഡ്. ഓക്കെ, ഊഞ്ഞാലാടാനായിട്ട് ഒരു മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ടൈം പീരീഡ് എത്രയാണ്? 1 മണിക്കൂർ. ഒരാട്ടത്തിനാണ് പറയണേ. അപ്പൊ ഒരാട്ടത്തിനാവുമ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് എടുക്കുള്ളൂ. നോക്കൂ, ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങളുടെ കാറിന്റെ മുന്നിലെ നമ്മുടെ എന്താണ് വൈപ്പർ എടുക്കാം. ഈ വൈപ്പർ ലെഫ്റ്റിലേക്ക് പോകുന്നു, കണ്ടോ? റൈറ്റിലേക്ക് വരുന്നു, വീണ്ടും ലെഫ്റ്റിലേക്ക്. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കണ്ടോ? അപ്പൊ ഇതൊരു ഒരു എന്താണ് ഓസിലേറ്ററി മോഷൻ ആണ്. ഡ്യൂറിംഗ് റെയിൻ ഹൗ ഡസ് ദ വൈപ്പർ മൂവ്? ലെഫ്റ്റ് പോയി റൈറ്റ് വന്നു, ലെഫ്റ്റ് പോയി റൈറ്റ് വന്നു. ഓക്കെ ഓക്കെ, ദാറ്റ് ഫുൾ റിപ്പീറ്റ് ഈസ് 1 ഓസിലേഷൻ. അപ്പൊ അതിന് എത്ര സമയം എടുത്തു? അതാണ് പീരീഡ്. കിട്ടിയല്ലോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ വന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകാനായിട്ട് 1 സെക്കൻഡ് എടുത്തു കാര്യം. അപ്പൊ പീരീഡ് എത്രയാണ്? 1 സെക്കൻഡ്. അല്ല, 2 സെക്കൻഡ് എടുത്താലോ? പീരീഡ് 2 സെക്കൻഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ 1 ഓസിലേഷൻ മീൻ 1 കംപ്ലീറ്റ് സൈക്കിൾ ആണ്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നു, വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദ ടൈം ടേക്കൺ ഫോർ ദ വൈപ്പർ ടു മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് അഗെയിൻ ഈസ് കോൾഡ് പീരീഡ്. അതായത് ഒന്നുമില്ല മക്കളെ, നമ്മൾ ഒരു ഊഞ്ഞാല ആടുമ്പോൾ ഒരാട്ടം ആടാൻ എടുക്കുന്ന സമയം, അതാണ് ആ ആട്ടത്തിന്റെ പീരീഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടി. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എന്താണ് വണ്ടിക്കൊക്കെ പോകുമ്പോൾ സിഗ്നലിന്റെ അവിടെ എത്താറുണ്ട് അല്ലെ? അപ്പൊ റെഡ് സിഗ്നൽ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വീണ്ടും റെഡ് അല്ലെ? അപ്പൊ റെഡ് യെല്ലോ ഗ്രീൻ വീണ്ടും റെഡ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ? അപ്പൊ അത് പെട്ടെന്ന് 1 സെക്കൻഡ് ഒന്നും മാറൂല. കാരണം 1 സെക്കൻഡ് കൊണ്ടൊന്നും വണ്ടി നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ല. ഓക്കെ, അപ്പൊ കുറച്ച് സമയം ഉണ്ടാവും അല്ലെ? എത്ര സമയം എടുത്തു? ഒരു 90 സെക്കൻഡ് ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സെക്കൻഡ് കുറഞ്ഞു വരുന്നതായിട്ട് എഴുതുകയും കാണാം. ഓക്കെ, സാർ പറഞ്ഞു വന്ന പോയിന്റ് 90 സെക്കൻഡ് എടുത്തുവല്ലോ. ചൊമ്പയിൽ നിന്ന് മഞ്ഞയായി, പിന്നെ പച്ചയായി, വീണ്ടും ചൊമ്പയാവാൻ 90 സെക്കൻഡ് എടുത്താൽ ഈ 90 സെക്കൻഡിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ പീരീഡ് എന്ന് പറയാം, ടൈം പീരീഡ്. മനസ്സിലായോ? അതായത് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് 90 സെക്കൻഡ് ആണെങ്കിൽ ആ 90 സെക്കൻഡ് നമുക്ക് എന്ന് പറയാം ടൈം ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയും. ക്ലിയർ? സോ ദ ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് കോൾഡ് ദ പീരീഡ്. ക്ലിയർ? ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ പീരീഡ് എന്നല്ലേ പറയാം. കാരണം ആ ഒരു എന്താണ് 45 മിനിറ്റ്, അതാണ് ഒരു പീരീഡ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണത് കേട്ടാ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു എന്താണ് LED ബൾബ് കത്തുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ? LED ബൾബ് കത്തുന്ന നമ്മൾ ക്രിസ്മസിന് കിട്ടുന്നുണ്ട് അല്ലെ? ഇവിടെ ഇത് തന്നെ സംഭവിക്കുക. LED ബൾബ് മിന്നും കെടും അല്ലെ? അതും എന്താണ് ഒരു 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 എന്താണ് ഓസിലേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴായിരിക്കും അതിന്റെ എക്സാമ്പിൾ വരാം. ദ ലൈറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാറ്റേൺ അഗെയിൻ ആൻഡ് അഗെയിൻ അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ എത്ര സമയം കൊണ്ടാണ്? ഇപ്പോ അത് കത്തി പിന്നെ കെട്ടു, അതൊരു 5 സെക്കൻഡ്, 0.5 സെക്കൻഡ് വെച്ചാൽ 1/2 സെക്കൻഡ്. ഓക്കെ, വീണ്ടും കത്തി, അപ്പൊ 1 സെക്കൻഡ്. അപ്പോ കത്തിയിട്ട് പിന്നെയും കത്താൻ ടോട്ടൽ ടൈം എടുത്തത് 1 സെക്കൻഡാണ്. ഓക്കെ, ക്ലിയർ? സോ ആ 1 സെക്കൻഡ് നമുക്ക് എന്ത് പറയാം? പീരീഡ് എന്ന് പറയാം. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് കൊളാക്കുന്നില്ല. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഊഞ്ഞാലാടുന്നു, ഫാൻ കറങ്ങുന്നു, നമ്മുടെ ഹൃദയം ഇടിക്കുന്നു, അതുപോലെ തന്നെ കടലിലെ തിരമാലകള്, കണ്ണ് ചിമ്മുന്നത്, ട്രാഫിക് ലൈറ്റ്, ഇതൊക്കെ എന്താണ്? റിപ്പീറ്റിംഗ് മോഷൻ ആണ്. ഓക്കെ, ഇതിനൊക്കെ ഒരു തവണ അതിനൊക്കെ എത്ര സമയം എടുക്കും? ഒരു തവണ ഇത് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും? അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാം? പീരീഡ് എന്ന് വിളിക്കാം. മനസ്സിലായോ? So the swinging fan, heartbeat waves, blinking traffic signals, whenever something repeats again and again, okay, we can measure the time for one repeat. ഒരു തവണ അത് ആവാൻ വേണ്ടിയിട്ട്, ഒരു തവണ ഈ ഫാൻ കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ഒരു തവണ ഈ ഊഞ്ഞാൽ ആടാൻ എത്ര സമയം എടുക്കും? ഒരു തവണ ഹാർട്ട് ബീറ്റ് വരാൻ, പൊങ്ങി മുകളിലേക്ക് വരാൻ എത്ര സമയം എടുക്കും? ഒരു തവണ ഈ കടൽ തിരമാല വന്നു പോകാൻ എത്ര സമയം? ഒരു തവണ കണ്ണ് മിന്നാൻ എത്ര സമയം എടുക്കും? ഒരു തവണ റെഡിൽ നിന്ന് ഗ്രീനിൽ വന്ന് വീട് റെഡ് ആവാൻ എത്ര സമയം എടുക്കും? ആ ഒരു തവണത്തെ സമയം, ദാറ്റ് ഈസ് പീരീഡ്. സോ ദ ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ ഓർ സൈക്കിൾ ഈസ് കോൾഡ് പീരീഡ്. ഇത് സിമ്പിൾ ഇസ് ടി ആൻഡ് SI യൂണിറ്റ് ഈസ് സെക്കൻഡ്. കാരണം ഇതൊരു ടൈം ആയതുകൊണ്ട് ഇതിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്.
ക്ലിയർ? യെസ്. അപ്പൊ മക്കളെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒന്നുകൂടി പറയാം സാർ. ഇത് ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു കറക്കത്തിന് എടുക്കുന്ന സമയം, ദാറ്റ് ഇസ് പീരിയഡ്. ഇറ്റ് സിമ്പിൾ ഇസ് ടി. SI unit of period is second. Is it clear? Yes. So have you ever noticed how many oscillations the pendulum in a clock complete for a time change of 1 minute? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്ലോക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു മിനിറ്റ്, അതായത് ഇതാണ് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം ഇതാണ്. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, ഇവിടെ പോയി തിരിച്ചു വന്നു ഇവിടെ വന്നു. ഇതിങ്ങനെ 1 മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളുടെ വാച്ചിൽ നോക്കി, ഒരു മിനിറ്റിൽ വാച്ചിൽ നോക്കി, ഓക്കെ, എത്ര ആട്ടം ഉണ്ടെന്ന് എണ്ണി വെച്ചു. ഓക്കെ, ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര ഓസിലേഷൻ എന്ന് കൗണ്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾ കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? എന്നാ ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, യെസ്. സോ ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute to complete 30 oscillations, അപ്പൊ അങ്ങനെ ചെയ്ത കാര്യം പറയാം. ആരോ ചെയ്തതാണ്, ഞാൻ ചെയ്തിട്ടില്ല. 30 തവണ ഇങ്ങനെ പോയി 1 2 3 4 കണ്ടോ? അത് എങ്ങനെയാണ് വൺ എങ്ങനെയാണ് ഉണ്ടത്? ഇവിടുന്ന് പോയി ഇവിടെ വന്ന് തിരിച്ചു വിടെത്തുമ്പോഴാണ് 1. അങ്ങനെ 30 തവണ. ഓക്കെ, അതിന് എത്ര സമയം എടുത്തു? 1 മിനിറ്റ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന സെക്കൻഡ് ആണ് നമ്മുടെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മിനിറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മിനിറ്റ് നമ്മൾ ഇതിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മാസ് ആണ് കേട്ടോ, 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അത് എല്ലാവരും പഠിച്ചു വരണം കേട്ടാ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ഒരു കുട്ടിയും മറന്നു പോകാൻ പാടില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക കേട്ടാ. ഇപ്പോ 5 മിഠായി, ഞാൻ മലയാളത്തിൽ എഴുതാം, 5 മിഠായി. ഓക്കെ, സ്വീറ്റ്സ്, അതിന് 10 രൂപയായി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു മിഠായിക്ക് എത്ര രൂപ? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? രൂപയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എന്റെ ചോദ്യം രൂപ, എത്ര രൂപ എന്നല്ലേ? ക്ലിയർ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? രൂപ മുകളിലും മിഠായി താഴെ എഴുതണം. അതായത് 10 രൂപ ഡിവൈഡ് ബൈ 5 മിഠായി. സിമ്പിൾ. 10/5 2 രൂപ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു മാത്സ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 മിഠായിക്ക് സാർ 80 കൊടുത്തു. ഓക്കെ, 10 രൂപ 600. അപ്പൊ ഒരു മിഠായിക്ക് എത്ര രൂപ? എനിക്കറിയില്ല, X രൂപ എന്ന് കൊടുത്തു. ദെൻ ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? 5 മിഠായി ഇൻറ്റു X രൂപ, ഓക്കെ, ഈക്വൽ ടു 10 രൂപ ഇൻറ്റു 1 മിഠായി. കണ്ടോ? അതായത് ഇതിനിങ്ങോട്ട് ഗുണിച്ചു, ഇതിനിങ്ങോട്ട് ഗുണിച്ചു. ഇനി എനിക്ക് X റുപ്പീസ് ആണ് വേണ്ടത്, അത് അവിടെ നിർത്തുക. ഈ 5 മിഠായി ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ X റുപ്പീസ് ഈക്വൽ ടു 10 രൂപ ഇൻറ്റു ഒരു മിഠായി ഡിവൈഡ് ബൈ 5 മിഠായി. അപ്പൊ മിഠായി വെട്ടിപ്പോയി 10/5 2 രൂപ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ മാത്സ് എന്ന് പറയുന്നത്. അതൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. അപ്പൊ ഇവിടെ 30 ഓസിലേഷന് 1 മിനിറ്റ് എടുത്തു. 30 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. കിട്ടിയല്ലോ? അപ്പൊ നമ്മുടെ തിയറി എന്ന് പറഞ്ഞാൽ 30 ഓസിലേഷന് നമ്മൾ എടുത്തത് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷനിൽ എത്ര സെക്കൻഡ് എടുക്കും? അതാണ് ടൈം പീരീഡ്. നമ്മുടെ ടൈം പീരീഡ് പറയുന്നത് ഒരു ഓസിലേഷന്റെ കേസാണ്, 30 ഓസിലേഷന്റെ കേസല്ല. അപ്പൊ ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞ തിയറി അനുസരിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എത്ര ടൈം എടുക്കും എന്നാണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ടൈമാണ്. അപ്പൊ ടൈം മുകളിൽ എഴുതാം, 60 സെക്കൻഡ് ഡിവൈഡ് ബൈ എണ്ണം താഴെ എഴുതാം, 30 ഓസിലേഷൻ. വെട്ടിപ്പോവും. എത്രയാണ്? 2 സെക്കൻഡ്. സിമ്പിൾ. ഓക്കെ, യെസ്. ഇനി എന്റെ മാത്സ് എന്താണെന്ന് നമുക്ക് പറയാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ. അപ്പൊ 30 ഓസിലേഷന് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷന് നമുക്ക് അറിയില്ല, നേരെ തിരിച്ചും മറിച്ചും ഗുണിക്കാം. അപ്പൊ എങ്ങനെയാവും നോക്കിയേ? കണ്ടാ, ഈ സാധനം ഇങ്ങോട്ട് ഗുണിച്ചു. അപ്പൊ 30 ഓസിലേഷൻ ഇൻറ്റു ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഈ 60 സെക്കൻഡ് ഇൻറ്റു 1 ഓസിലേഷൻ. നമ്മളിത് എങ്ങനെ വന്നു എന്ന് പറയുകയാണെങ്കിൽ ഓർത്ത് പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. ഓക്കെ, അതായത് സാർ ഇവിടെ ചെയ്തതിന്റെ തീരെ എന്താണ്? ഇതിനെ ഞാൻ ഇങ്ങോട്ട് ഗുണിച്ചു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഇങ്ങോട്ട് ഗുണിച്ചു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ ആളെ ഇപ്പുറത്തേക്ക് എടുക്കുക, ഇയാൾ ഒറ്റക്കാക്കുക. യെസ്. അടുത്ത സ്റ്റെപ്പിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിർത്തി. ദെൻ ഈ കൂടെയുള്ള ടൈം ഫോർ 30 ഓസിലേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തെല്ലാം വെട്ടിക്കളയാം? ഒരേപോലത്തെ വെട്ടിക്കളയാം. ഓസിലേഷൻ വെട്ടിപ്പോയി. ഓക്കെ, ടൈം ഫോർ വെട്ടിപ്പോയി. ദെൻ എന്താണ് ഇവിടെ 30 0, ഈ 0 വെട്ടിപ്പോയി. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് 6 സെക്കൻഡ് ഡിവൈഡ് ബൈ 3, 6/3 2 സെക്കൻഡ്. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്
ടൈം ടോട്ടൽ ടൈമിനെ നമ്പർ ഓഫ് ഓസിലേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ടൈം പീരീഡ് കിട്ടും. ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഒന്നും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഇക്വേഷൻ പഠിച്ചാൽ നേരെ ഡയറക്റ്റ് ചെയ്യാം. ടൈം ഡിവൈഡഡ് ബൈ ഓസിലേഷൻ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സമയമാണ്. അപ്പൊ സമയം നിങ്ങൾ മുകളിൽ എഴുതുക 60 സെക്കൻഡ്. അതാണ് എപ്പോഴും ആലോചിക്കേണ്ടത്. സമയം ചോദിക്കുമ്പോൾ സമയം മുകളിൽ, എണ്ണം ചോദിക്കുമ്പോൾ എണ്ണം മുകളിൽ. ഓക്കെ, സോ 30 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2 സെക്കൻഡ്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ലോജിക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തേക്ക് വരാം. സോ ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഇസ് കോൾഡ് ടൈം പീരീഡ്. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. വേർ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ടേക്കൺ ഫോർ എ നമ്പർ ഓഫ് ഓസിലേഷൻ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 മിനിറ്റ് എടുത്തു 30 ഓസിലേഷൻ. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓസിലേഷൻസ് എത്ര ഓസിലേഷൻസ് എടുത്തു. ഇവിടെ 30 ആണ് ഈ കേസിൽ. അതിന് 60 സെക്കൻഡ് ആണ് എടുത്തത്. അപ്പൊ നമ്മൾ 60 സെക്കൻഡ് 30 എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ടൈം പീരീഡ് 2 സെക്കൻഡ് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. മക്കളെ, വേറൊരു രീതിയിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. വേറൊരു രീതി അത്രേ ഉള്ളൂ. ഇപ്പൊ 30 ഓസിലേഷന്റെ ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഒരു ഓസിലേഷന്റെ ടൈം നമുക്ക് അറിയത്തില്ല. ഇതാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ 30 ഓസിലേഷൻ എങ്ങനെ ഒരു ഓസിലേഷൻ ആവും? 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ ഇവിടെയും ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? എനിക്ക് ഓരോ ഓസിലേഷനെ കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് 30 ഓസിലേഷൻ അറിയാം. അപ്പൊ 30 ഓസിലേഷൻ എങ്ങനെ ഓരോ ഓസിലേഷൻ ആക്കും? 30 കൊണ്ട് തന്നെ ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു അത് തന്നെ ഇവിടെയും ചെയ്യും. അപ്പൊ വളരെ ഈസി ആയിട്ട് എഴുതാം. 60 സെക്കൻഡ് ഡിവൈഡ് ബൈ 30, ആൻസർ 2 സെക്കൻഡ്. ക്ലിയർ? യെസ്. കണ്ടോ? അവിടെ 30 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 30 ഡിവൈഡ് ചെയ്യാം. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ തിരിച്ച് റിവേഴ്സ് ക്വസ്റ്റ്യൻ വന്നു. അതായത് ഇപ്പൊ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ നമ്പർ ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ആണ് ചോദിച്ചത്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചത് എന്താണ്? ഒരു ഓസിലേഷനെ 2 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതല്ലേ നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടിയത് 2 സെക്കൻഡ്. ഈ 2 സെക്കൻഡ് എന്തിന്റെ കേസാണ്? ഒരു ഓസിലേഷനെ 2 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? ഓക്കെ, അര ഓസിലേഷൻ. എടാ, ഓരോ ഓസിലേഷൻ 2 സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ അതിന്റെ പകുതിയല്ല ഉണ്ടാവുക, അര ഓസിലേഷൻ. അപ്പൊ അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പറാണ്. അപ്പൊ നമ്പർ മുകളിൽ എടുക്കുക, ഡിവൈഡ് ബൈ ടൈം താഴെ. ഓക്കെ, നമ്പർ ഇവിടെ 30 ആണ്, മുകളിൽ എഴുതി. ടൈം ഇവിടെ 60 സെക്കൻഡ് ആണ്, താഴെ എഴുതി. വെട്ടി പോകുമ്പോൾ എന്താണ്? ഹാഫ് കിട്ടും. ദാറ്റ് ഈസ് 0.5. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് പറയാം. ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എത്ര എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ, നമ്പർ ഓഫ് ഓസിലേഷൻ, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഫ്രീക്വൻസി എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ 60/30 ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടി? ടൈം പീരീഡ് കിട്ടി. 30/60 ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസിയും കിട്ടും. അപ്പൊ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ എങ്ങനെയാണ്? പരസ്പരം ഉൾട്ടയാണ്. മനസ്സിലായോ? അതായത് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് എന്താണോ അത് തിരിച്ചു ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/f ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം പീരീഡ് ആണ്. അവർ രണ്ടുപേരും പരസ്പരം ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇതിന്റെ ഉത്തരം 2 സെക്കൻഡ് എന്ന് കിട്ടിയല്ലോ. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കിട്ടിയ കുട്ടിക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇതിനെ തിരിച്ചിട്ടാൽ മതി. അതായത് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2/1 എന്നാണ്. തിരിച്ചിടുമ്പോൾ 1/2. ഒരു കാൽക്കുലേഷനും വേണ്ട. ടൈം പീരീഡ് അറിയാമെങ്കിൽ ടൈം പീരീഡിന്റെ എത്രയാണോ അതിന്റെ താഴെ 1 ഇടാൻ തിരിച്ചിടാം. അപ്പൊ ഹാഫ്, അതാണ് എന്ത് കിട്ടുക നിങ്ങൾക്ക്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് കിട്ടുക. ഫ്രീക്വൻസി ഡീറ്റെയിൽഡ് സാർ പറയോട്ടെ, ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ടൈം ഫോർ 30 ഓസിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ടൈം ഫോർ എന്താണ്? എത്ര ഓസിലേഷൻ നമുക്ക് അറിയില്ല. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കണം. അപ്പൊ നേരത്തെ പോലെ ഇവിടെ നമ്മൾ 60 ഡിവൈഡ് ചെയ്യാം, ഇവിടെ 60 ഡിവൈഡ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് എന്താണ്? 0.5 ഓസിലേഷൻസ്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ മെത്തേഡ് ഒന്നും ഇവിടെ പറഞ്ഞുള്ളൂ. അതായത് 30 ഓസിലേഷനെ 60 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? ഇതാണ് ചോദ്യം. അപ്പൊ ഈ 60 എങ്ങനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെയും ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ സാർ ചെയ്തിരിക്കുന്നത്. 0.5 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം പീരീഡ് അറിയാമെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇത് കണ്ടുപിടിക്കേണ്ടത് ഇതിനെ എന്താണ്? ഇതിന്റെ താഴെ 1 തിരിച്ചിടാം.
1/2. ഓക്കെ, യെസ്. സോ മക്കളെ, ഈ ഓസിലേഷൻ 0.5 ഓസിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്. ഓക്കെ, ഫ്രീക്വൻസി എന്ത് ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? എഫ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് ടൈം പീരീഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, യെസ്. സോ ഫ്രീക്വൻസി എന്താന്ന് നോക്കാം. സോ ഫ്രീക്വൻസി മീൻസ് ഇറ്റ് ടെൽസ് ഹൗ മെനി ഓസിലേഷൻസ് ആർ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ട്, അതാണ് നമ്മുടെ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരെ പറഞ്ഞ ടൈം പീരീഡ് നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം ആണ് ചെയ്യുന്നത്. സിമ്പിൾ എഫ് ആണ്. എസ് ഐ യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, ഹെർട്സ് ആണ് എന്റെ യൂണിറ്റ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ നേരത്തെ പറഞ്ഞ നേരെ ഉൾട്ട ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയും ടൈം പീരീഡും പരസ്പരം ഓപ്പോസിറ്റ് ആണെന്ന് ഈ ഒരു റിലേഷൻ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സാർ പറയാം. ഓക്കെ, അപ്പോ ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ആട്ടം ആടി, ഒരു സെക്കൻഡിൽ എത്ര ആട്ടം ആടി, അതാണ് ഫ്രീക്വൻസി. ഓക്കെ, എസ് ഐ യൂണിറ്റ് ഹെർട്സ് ആണ്. അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ പറഞ്ഞ LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു സെക്കൻഡിൽ എത്ര തവണ ബ്ലിങ്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫ്രീക്വൻസി. ഈ ഒരു കേസിൽ 4 ഹെഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു സെക്കൻഡോട് 4 തവണ നമ്മുടെ ഈ പറയുന്ന LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ ഹാർട്ട് ബീറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ റൺ ചെയ്തതിന് ശേഷം, അതായത് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ 2 കേസസ് സാറ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് റൺ ചെയ്യുന്നതിന് മുന്നേ 72, ഒരു മിനിറ്റിൽ 72 തവണ അടിക്കുമായിരുന്നു. അപ്പൊ 1.2 ആണ് നിങ്ങളുടെ എന്താണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയപ്പോൾ 120 തവണ അടിച്ചു. അപ്പോൾ 2 ഹെഡ്സ് ആണ് നിങ്ങളുടെ എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സെക്കൻഡിലും 2 തവണ എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ഇടിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് ഹയർ ഫ്രീക്വൻസിയാണ്, അതായത് എണ്ണം കൂടി. ഓക്കെ, ആദ്യത്തെ കേസിൽ അത് ലോവർ ഫ്രീക്വൻസിയാണ്. അങ്ങനെ 2 ഫ്രീക്വൻസി നമുക്ക് പറയാൻ പറ്റും, ലോവറും ഹയറും. ഓക്കെ, യെസ്. അപ്പോ ഇനി വൈബ്രേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കണം. മൊബൈലിന്റെ വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഹെഡ്സിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 8 ഹെഡ്സിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു സെക്കൻഡിൽ 2 തവണ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ 8 ഹെഡ്സിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെക്കൻഡിൽ 8 തവണ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ 2 തവണ 8 തവണ ഏതാണ് കൂടുതൽ വൈബ്രേഷൻ? ഇവിടെയാണ് കൂടുതൽ വൈബ്രേഷൻ, ഹയർ ഫ്രീക്വൻസി ആണെന്ന് പറയും. ഓക്കെ, കുറച്ച് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലോവർ ഫ്രീക്വൻസി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻസ് റിപ്പീറ്റേഷൻസ് ഇൻ 1 സെക്കൻഡ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ആട്ടം, എത്ര വൈബ്രേഷൻ, എത്ര മോഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ മക്കളെ, നമ്മളിത് പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. എന്താണ് ഓസിലേഷൻ? ആൻ ഓസിലേഷൻ ഈസ് വൺ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് ദ മീൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ആൻഡ് ഇക്വിലിബ്രിയം പൊസിഷന് മുന്നോട്ടുമുള്ള ചലനമാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പീരിയോഡിക് മോഷൻ. എ മോഷൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ ഓസിലേറി മോഷനും പീരിയോഡിക് മോഷനാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് ടൈം പീരീഡ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ ടൈം തന്നെ മുകളിൽ വരാം. ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, യൂണിറ്റ് സെക്കൻഡ് ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, 2 സെക്കൻഡ്. അടുത്തത് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി ആണ്. നേരെ ടൈം പീരീഡിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ തിരിച്ച് ഇക്വേഷൻ വരും. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം താഴെ വരും. ഓക്കെ, എസ് ഐ യൂണിറ്റ് ശ്രദ്ധിക്കണം, ഹെഡ്സ് ആണ്. ഓക്കെ, എസ് ഐ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ, എത്ര ആട്ടം പൂർത്തിയാക്കുന്നു, എത്ര ഓസിലേഷൻ പൂർത്തിയാക്കുന്നു. ഹാഫ് ആൻ ഓസിലേറി എവറി സെക്കൻഡ് ആണ് ഇതിന്റെ മീനിങ്. 0.5ന്റെ മീനിങ് ആണ് ഹാഫ് ആൻ എന്താണ് ഓസിലേഷൻ എവറി സെക്കൻഡ്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആംപ്ലിറ്റ്യൂഡ് പഠിച്ചത്. മറന്നുപോയോ? ഈ പറയുന്ന മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം എത്താൻ പറ്റുന്ന ദൂരത്തിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്താണ് റിലേഷൻ പഠിച്ചു. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡിന്റെ ഓപ്പോസിറ്റ് ആണ്, 1/t. അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/, ഫ്രീക്വൻസി ആണ്. അതായത് പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, പീരീഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളൊക്കെ നന്നായി പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒന്ന് ഓസിലേഷൻ പഠിച്ചു, പീരിയോഡിക് മോഷൻ, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിലൂടെ നമ്മൾ ആ റിലേഷൻ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മനസ്സിലായെങ്കിൽ അടുത്ത പാട്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.